സിനിമയുടെ തിരക്കഥയുടെ ആവശ്യകത അനുസരിച്ച് വിവിധ കാലഘട്ടങ്ങളിലായി പല നടിമാരും നഗ്നരായും അർദ്ധനഗ്നരായും അഭിനയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ അഭിനയിച്ച ചില പ്രശസ്ത നടിമാരുടെ വിവരങ്ങൾ. മന്ദാകിനി 1985 പുറത്തിറങ്ങിയ രാജ് കപൂറിൻ്റെ റാം തേരി ഗംഗാ മൈലി എന്ന ചിത്രത്തിൽ നഗ്നരംഗങ്ങളിൽ അഭിനയിച്ചു. ഈ നഗ്നരംഗങ്ങൾ വലിയ ചർച്ചയായി മാറിയിരുന്നു. നന്ദന സെൻ രംഗരസിയ എന്ന ചിത്രത്തിൽ നഗ്നതാരംഗങ്ങളിൽ താരം അഭിനയിച്ചിരുന്നു. ഇത് വലിയ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു. പത്മിനി 1980 ഗഹ്രായി എന്ന ഹൊറർ ചിത്രത്തിൽ ഒരു എക്സോസിസം രംഗത്തിനായി അവർ നഗ്നയായി അഭിനയിച്ചു. ഈ സിനിമയുടെ ചിത്രീകരണ സമയത്ത് പത്മിനി പ്രായപൂർത്തിയാകാത്തയാളായിരുന്നു എന്നത് വലിയ ചർച്ചയായിരുന്നു. അമല പോൾ ആഡൈ എന്ന തമിഴ് ചിത്രത്തിൽ പൂർണ്ണ നഗ്നയായി അഭിനയിച്ചത് വലിയ വാർത്തയായിരുന്നു. മെർലറ്റ് ആൻഡ് തോമസ് പണി എന്ന മലയാളം സിനിമയിലാണ് നഗ്നരംഗത്തിൽ അഭിനയിച്ചത്. ഇതിനു മുൻപും മറ്റു പല സിനിമകളിലും സമാന രംഗങ്ങൾ തനിക്ക് പ്രചോദനമായി കണ്ടിരുന്നു എന്ന് അവർ വെളിപ്പെടുത്തിയിരുന്നു. സിൽക്ക് സ്മിത മമ്മൂട്ടി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഒരു സിനിമയിൽ ആഭിചാരക്രിയയുടെ ഭാഗമായി സിൽക്ക് സ്മിത നഗ്നയായി എത്തിയിരുന്നു. രാധിക ആപ്തെ പാർച്ചഡ്, ലെസ്റ്റ് സ്റ്റോറീസ് പോലുള്ള ചിത്രങ്ങളിൽ അവർ ബോൾഡ് രംഗങ്ങളിൽ അഭിനയിച്ചിരുന്നു. സണ്ണി ലിയോൺ ജിസം 2 എന്ന ചിത്രത്തിലാണ് അവർ നഗ്നയായി എത്തിയത്. കരീന കപൂർ കുർബാൻ എന്ന ചിത്രത്തിലാണ് നഗ്നയായി അഭിനയിച്ചത്.